കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോപണം തള്ളി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് കേന്ദ്രം കേരളത്തിന് നികുതി വിഹിതമായി 1.5 ലക്ഷം കോടി രൂപയിലേറെ നൽകിയിട്ടുണ്ടെന്ന് ധനമന്ത്രി രാജ്യസഭയിൽ വിശദീകരിച്ചു. UPA സർക്കാരിന്റെ കാലത്ത് ഇത് 46,303 കോടി രൂപ മാത്രമായിരുന്നു. ഗ്രാന്റ് അനുവദിച്ചതിലും NDA സർക്കാരിന്റെ കാലത്ത് പല മടങ്ങ് വർധനയുണ്ടായെന്ന് കണക്കുകൾ തിരുത്തി മന്ത്രി വിശദീകരിക്കുന്നു. And I'm here talking about figure ending 22nd December 2023, just 2 months ago. 46,303 for the 10 years between 2004 to 14. 2014 to 24, only up to December 2023, 1,50,140 crores. Kerala. The percentage change is 224% increase. That is tax devolution, sir. Grants and aid, and this is open for anyone to see. Transfer are all there. Reserve Bank is monitoring, and publicly Government of Kerala can release the figure. Is this received or not? So I'm not just giving a number which cannot be verified. It's been received. Grants and aid from Government of India, 2004 to 14, 25,629.7 crores. 10 years between 2004 and 14. 2014 to 24, Prime Minister Modi, Government NDA, grants and aid from Government of India to Kerala compared to 25,000 something in these 10 years. 1,43,117 crores. So, compared to 10 years of UPA, 9 years of NDA, 458% increase. ഇതാണ് കേന്ദ്ര ധനമന്ത്രിയുടെ സഭയിലെ വിശദീകരണം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, കണക്കുകൾ നിരത്തിയാണ് കേന്ദ്ര ധനമന്ത്രിയുടെ വിശദീകരണം. ഒരുപക്ഷെ നാളെ ആയിരിക്കാം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി എന്താണ് എന്ന് നമുക്കറിയുക. എന്തൊക്കെ കാര്യങ്ങൾ ധനമന്ത്രി വിശദീകരിച്ചു, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നൽകിയത്. കൂടുതൽ എന്തൊക്കെയായിരുന്നു ഇക്കാര്യത്തിലെ കേന്ദ്ര ധനമന്ത്രിയുടെ വിശദീകരണം? വിജയകുമാർ, ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ആവശ്യത്തിന് ഫണ്ട് നൽകുന്നില്ല എന്നും സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്നു എന്നുമുള്ള ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ധവളപത്രം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കൃത്യമായി തന്നെ UPA ഭരണകാലത്തെ 10 വർഷത്തെയും നരേന്ദ്രമോദി ഭരണകാലത്തിലെ കഴിഞ്ഞ 10 വർഷത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് ആ ഘട്ടങ്ങളിലും ഈ ഘട്ടത്തിലുമുള്ള ധനസ്ഥിതി വ്യക്തമാക്കുന്ന തരത്തിലുള്ളതാണ് ധവളപത്രം. UPA ഭരണകാലത്ത് ലോകത്ത് തകരാവുന്ന 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു ഇന്ത്യ എന്നും ഒപ്പം തന്നെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ 2014 വലിയ വെല്ലുവിളി ആയിരുന്നു എന്നും ധവളപത്രത്തിൽ ധനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. UPA കാലത്ത് ഉയർന്ന കിട്ടാക്കടവും ഉയർന്ന ധനക്കമ്മിയും ഉണ്ടായിരുന്നു എന്നും വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് നൽകിയ കേന്ദ്ര ഫണ്ടിന്റെ കണക്ക് കൃത്യമായി നിരത്തിക്കൊണ്ടാണ് UPA ഭരണത്തെക്കാൾ 3 ഇരട്ടിയിലേറെ കൂടുതൽ ധനസഹായമാണ് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിച്ചതെന്ന് വ്യക്തമാക്കിയത്. UPA കാലത്ത് കേരളത്തിന് നൽകിയ നികുതി വിഹിതം 46,303 കോടി രൂപയെങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിൽ നൽകിയത് 1,50,140 കോടി രൂപയാണെന്നും UPA കാലത്ത് 10 വർഷത്തിനിടെ ഗ്രാൻഡായി 25,629 രൂപ നൽകിയപ്പോൾ 2014 മുതൽ 24 വരെയുള്ള 10 വർഷത്തിനിടെ 1,43,117 കോടി രൂപയാണ് കേരളത്തിന് ഗ്രാൻഡായി അനുവദിച്ചത് എന്നുമാണ് ധനമന്ത്രി വിശദീകരിച്ചത്. ഈ പ്രധാനമായും ഈ കാലയളവിൽ കോൺഗ്രസിനെയും ഒപ്പം തന്നെ ഇടത് സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വെച്ച ഈ കണക്കുകൾ. ഈ ദേശീയ തലത്തിലേക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കുന്നില്ല, ധനസഹായം ലഭിക്കുന്നില്ല, സാമ്പത്തികമായി ഞെരുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളുമായി ഡൽഹിയിൽ ഉൾപ്പെടെ സമരവുമായി എത്തിയ ഘട്ടത്തിലാണ് UPA ഭരിച്ച കാലത്തേക്കാൾ 3 ഇരട്ടിയിലേറെ കേന്ദ്ര സഹായം ലഭിച്ചിരിക്കുന്നു എന്ന കണക്ക് ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
ഒപ്പം തന്നെ കോൺഗ്രസ് ആണ് ആ കാലത്ത് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത്. കോൺഗ്രസ് ഭരണത്തെക്കാൾ എത്രയോ ഇരട്ടി ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്നുമുള്ള കണക്കാണ് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ രണ്ട് പാർട്ടികളിൽ നിന്നും ഇതിന് ഇക്കാര്യത്തിൽ വിശദീകരണം വരും മണിക്കൂറുകളിൽ തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ബൽറാം, എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ധനവകുപ്പിന്റെ ഒക്കെ മറുപടി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതാണ്ട് NDA സർക്കാരിന്റെ കാലത്ത് പല മടങ്ങ് വർധന നികുതി ഇനത്തിലും ഗ്രാന്റ് ഇനത്തിലും കേരളത്തിന് നൽകി എന്ന കണക്കാണ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചത്. എന്താണ് സംസ്ഥാന സർക്കാരിന് അതിനോട് പറയാനുള്ളത് എന്നത് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിലോ നാളെയോ അതിൻ്റെ ഒരു വ്യക്തത ഉണ്ടായേക്കും. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.